ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് PC ജോസഫ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ PC ജോസഫ് കേൾക്കാമല്ലോ അല്ലേ? ശ്രീ PC ജോസഫ് കേൾക്കാമോ? ഓക്കെ, ഇപ്പോൾ ഈ വിധി അത് തിരിച്ചടിയാണ് ആന്റണി രാജുവിന്. അപ്പോൾ ഇനി എന്താണ്? കേരള കോൺഗ്രസ് പാർട്ടിയുടെ സീറ്റിൽ ആന്റണി രാജുവിനെ മത്സരിപ്പിക്കാനാണ് പാർട്ടി ആഗ്രഹിച്ചിരുന്നതും തീരുമാനമെടുത്തിരുന്നതും. ഇപ്പൊ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ ഞങ്ങളുടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ പാർട്ടി LDF മുൻപിൽ സമർപ്പിക്കുന്നതാണ്. ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനേ ഞങ്ങളുടെ പാർട്ടിക്കാണ് സീറ്റ് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. അത് ഇപ്പം വെളിപ്പെടുത്താൻ നിവൃത്തിയില്ല. പൊതു സ്വതന്ത്രൻ എന്നുള്ളത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ട് പേരുകൾ സജീവ ചർച്ചയിലുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ആരുടെ? കേൾക്കാമോ? ഇതിപ്പോൾ ആരുടെ പേര് എന്നുള്ളത് പുറത്ത് ഇടാറായിട്ടില്ല അല്ലേ? ഓക്കെ, PC ജോസഫാണ് ഇപ്പോൾ ഘട്ടത്തിൽ പ്രതികരിച്ചിരുന്നത്. നന്ദി ശ്രീ PC ജോസഫ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിരുന്നത്. എന്നാലും ആന്റണി രാജുവിന് ഈ ഘട്ടത്തിൽ തിരിച്ചടിയായിരിക്കുന്നു. മത്സരിക്കാനാകില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്. നിർണായകമായിട്ടുള്ള നീക്കമാണ്. അപ്പോൾ ഇനി ആരെയാണ് മത്സരിപ്പിക്കുക എന്നുള്ളതാണ് തിരുവനന്തപുരം സെൻട്രലിൽ ഉറ്റുനോക്കുന്നത്.